RJD നേതാവ് വർഗീസ് ജോർജ്. ശ്രീ വർഗീസ് ജോർജ്, അങ്ങ് ജനയുഗത്തിൽ പ്രകാശ് ബാബുവിന്റെ ലേഖനം വായിച്ചിരുന്നോ? ഡോക്ടറെ, ഞാനിപ്പം അതിനെക്കുറിച്ച് കേട്ടു. ഇത് അജിത് കുമാറിന്റെ ഒരു ഇഷ്യൂ അല്ല അരുണേ. ഇത് RSSനോടുള്ള നമ്മുടെ സമീപനമാണ്. RSSനെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ? പ്രവർത്തനം ആരംഭിച്ചിട്ട് 100 വർഷം കഴിഞ്ഞ് ഇന്ത്യയിൽ കൂടുതൽ തീവ്രമായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിശ്ചയിച്ചിരിക്കില്ല RSSനെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കുന്നത്? ഇന്ത്യയിലെ 29 സ്റ്റേറ്റിലെ ഏക ഇടതുപക്ഷ ഗവൺമെന്റായ LDF ഗവൺമെന്റിലെ ഏറ്റവും സമ്പന്നനായ പോലീസ് ഉദ്യോഗസ്ഥൻ പോയി കണ്ടത് RSSന്റെ ചെറിയ നേതാക്കളെയൊന്നും അല്ലല്ലോ, ദേശീയ തലത്തിലുള്ള നേതാക്കളെയാണ്. അത്തരം ഒരു വിഷയത്തെ അതേ ഗൗരവത്തിൽ നമ്മൾ കാണുന്നുണ്ടോ? ഒരു പോലീസ് ഓഫീസറാണോ ഈ പോളിറ്റിക്സ് അന്വേഷിക്കേണ്ടത്? ഇത് ഞങ്ങൾ LDF യോഗത്തിൽ പറഞ്ഞതാണ്, പുറത്തും പറഞ്ഞാണ്. പക്ഷെ അരുൺ, എനിക്ക് ഇതിൽ കൂടുതൽ പറയാൻ സാധിക്കത്തില്ല. കാരണം ഞാൻ എന്റെ സോഷ്യലിസ്റ്റ് പോളിറ്റിക്സ് ഉറക്കെ പറഞ്ഞു. അല്ല, എനിക്ക് മനസ്സിലായി വർഗീസ്. എന്റെ ഒറ്റ സംശയമുള്ളൂ, ഇതിനകത്ത് LDF കൺവീനറുമായി ഞാൻ സംസാരിച്ചു, TPയുമായി സംസാരിച്ചു. TPക്കും ഈ CPI നിങ്ങൾ ഉയർത്തിയ ഈ വിഷയത്തിൽ അതേ ആശങ്കയാണ്, വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. പക്ഷെ എൻ്റെ ഒരു സംശയം, LDFന് ഈ കാര്യത്തിൽ ഒറ്റ തീരുമാനമാണെങ്കിൽ പിന്നെ തടസ്സം എന്താണ്? LDFന് ഒറ്റ തീരുമാനമായിട്ട് വന്നില്ലല്ലോ. LDFിലെ തീരുമാനം മുഖ്യമന്ത്രി പറഞ്ഞത് ഈ വിഷയം കൂടി അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നാണ്. അങ്ങനെ ഒരു പോലീസ് ഓഫീസർ അല്ല, അത് LDFന്റെ ഒരു രീതി അനുസരിച്ച്, LDFന്റെ ഡിസിപ്ലിൻ അനുസരിച്ച് നമ്മൾ നിശ്ചയിക്കണം. ഒരു വശത്ത് ഞാൻ എന്റെ സോഷ്യലിസ്റ്റ് പോളിറ്റിക്സ് ഉറക്കെ പറഞ്ഞു, അതേസമയം തന്നെ LDFന്റെ ഒരു ഡിസിപ്ലിനും ഉണ്ട്. ആ ഒരു നൂൽപ്പാലത്തിൽ കൂടെ എല്ലാവരും പോകാൻ പറ്റൂ. പക്ഷെ നോക്കൂ, ഓരോ ദിവസം വൈകുന്തോറും പ്രകാശ് ബാബു പറയുന്നത് പോലെ ആ വലിയ ബാധ്യത ഇടതുമുന്നണിക്ക് വന്ന് പേറുകയാണ്. RSSനെ കണ്ട ADGP ക്രമസമാധാന നിലയിൽ തുടരുന്ന ഓരോ ദിവസവും. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിലെ ഘടകകക്ഷികളാണ് തീരുമാനിക്കേണ്ടത്. ആ ഏറ്റവും വലിയ ഈ മുന്നണിയെ നയിക്കുന്ന രാജ്യത്തെ മതനിരപേക്ഷതയുടെ പ്രതീകമായ CPM പ്രത്യേകിച്ച് അത് തീരുമാനിക്കണം. എത്ര നേതാക്കളാണ് പറയുന്നത് കണ്ടുകൊണ്ട് കുഴപ്പമില്ല, അതിനെന്താ കുഴപ്പം? ഇത് പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? ഇത് പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണോ RSS? 58 വർഷം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഈ RSSൽ മെമ്പർഷിപ്പ് എടുക്കാൻ പാടില്ല എന്നുള്ള നിരോധനം നീക്കിയത് ഈയിടെയല്ലേ? 58 വർഷം അവർക്ക് വിലക്കായിരുന്നു. ഇതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണോ? നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതല്ലേ? 13% വോട്ടുണ്ടായിരുന്ന BJP 19 ആയില്ലേ? 11 നിയോജക മണ്ഡലങ്ങൾ അവർ സെക്കൻഡ് സ്ഥാനം വന്നില്ലേ? 3 പാർലമെന്റ് മണ്ഡലത്തിൽ അവർ രണ്ടാമത് വന്നില്ലേ? ഇത് വളരെ ഗൗരവമുള്ള കാര്യമല്ലേ? നമ്മുടെ പാഠപുസ്തകങ്ങള്, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, രാഷ്ട്രീയം, സാമൂഹ്യക്രമം എല്ലാത്തിലും RSSന്റെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഇതിനെ ഇത്ര ലൈറ്റായിട്ടാണോ സ്വീകരിക്കുന്നത്? അതായത് CPM ഈ വിഷയത്തെ സമീപിക്കുന്നത് ലാഘവത്തോടു കൂടിയാണെന്നൊരു വിമർശനം ഘടകകക്ഷികളിൽ പലർക്കുമുണ്ട്. CPMനെ പോലൊരു പാർട്ടിയെ വിമർശിക്കാൻ ഞങ്ങളുടെ ഒരു ചെറിയ പാർട്ടിക്ക് കഴിവില്ല. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ദേവഗൌഡാജിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ. ദേവഗൌഡാജി BJP പോയ ആ മിനിറ്റിൽ ഞാൻ രാജിവെച്ചു. ഞാൻ നിതീഷ് കുമാറിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ. നിതീഷ് കുമാർ BJP പോയ ആ മിനിറ്റിൽ ഞാൻ രാജിവെച്ചു. ഞങ്ങൾക്കിത് പറയാനുള്ള അവകാശമുണ്ട്. മറ്റുള്ളവർ തീരുമാനിക്കട്ടെ. താങ്ക് യു ശ്രീ വർഗീസ് ജോർജ്. എന്തായാലും CPM ഒഴികെ എനിക്ക് തോന്നുന്നു ഇടതുമുന്നണിയിലെ മിക്ക കക്ഷികൾക്കും ഒരേ നിലപാടാണ് ഈ വിഷയത്തിൽ എന്നതാണ്. CPMലെ നേതാക്കളാണ് പല തട്ടുകളിൽ ഈ RSS ബന്ധത്തെ ലഘൂകരിച്ച് കാണുന്നത് എന്നാണ് മറ്റു ഘടകകക്ഷികൾ കൂടി പറയുന്നത്. ഇന്ന് ജനയുഗത്തിൽ പ്രകാശ് ബാബു എഴുതിയ ലേഖനം CPI ഈ വിഷയത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പിന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ എന്നാണ് പ്രകാശ് ബാബു നമ്മളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതും. ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തിപ്പെടുത്തുകയാണ് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ. RJDയും CPIയും CPMന് ഈ വിഷയത്തിൽ ഒരു നിലപാടെടുത്തേ മതിയാവൂ. TP രാമകൃഷ്ണൻ അടക്കം ഈ വിഷയത്തിൽ CPIയുടെ നിലപാടിനോട് യോജിച്ചുകൊണ്ടാണ് അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇനി അധിക നേരം, അധിക കാലം, അധിക സമയം ADGPക്ക് ക്രമസമാധാന ചുമതലയിൽ കഴിയാൻ സാധിക്കുമോ എന്നതൊരു വലിയ ചോദ്യമാണ്. കാരണം അന്വേഷണ സമിതി കമ്മിറ്റി ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സമിതി ഇത് അന്വേഷിക്കേണ്ടതില്ല, അതല്ല വേണ്ടത്, ഒരു രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് CPI പറയുമ്പോൾ അതിൽ ചില തീരുമാനങ്ങൾ എടുക്കാതെ കഴിയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 10 മണി.